ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇനി ഇവിടെ നിന്നിട്ടുള്ള എല്ലാ വീഡിയോസിലും വീട് പണീൻ്റെ അപ്ഡേറ്റ്സ് എന്തായാലും ഉണ്ടാവും ഇൻഷാ അല്ലാ. അപ്പം ബോറടിക്കുകയാണെങ്കിൽ ഒന്നും വിചാരിക്കരുത്. കുറേ ആൾക്കാർക്ക് അത് അപ്ഡേറ്റ്സ് കാണാൻ ഇഷ്ടമുള്ളതുണ്ടാവും. പിന്നെ എനിക്ക് വേറൊരു കോണ്ടൻറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഓൾറെഡി ഞങ്ങൾ വീട് പണീൻ്റെ അവിടെ ആയിരിക്കും ഡെയിലി ഉണ്ടാവുക. അപ്പോൾ പിന്നെ അതന്നെ കോണ്ടൻറ്റായി കൊടുത്താൽ പോരെ എന്ന് വിചാരിച്ചിട്ടാണ് അതന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ നമ്മളെ പുതിയ വീട്ടിലോട്ട് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് റെസിനാട്ടിൽ ചെയ്തിട്ടുള്ള ക്ലോക്കാണ് കേട്ടോ. ഞാനിതിൻ്റെ ഭംഗി എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാനൊരു പാക്കൊന്നും പൊട്ടിച്ചിട്ടില്ല, പുതിയ വീട്ടിൽ വെക്കുന്ന സമയത്ത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴൊക്കെ കേടായി പോകും. അപ്പോൾ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ പുതിയ വീട്ടിലോട്ടുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ഓരോ പ്രൊഡക്ട്സ് അയക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ആക്കാറുണ്ട്. സാധാരണ ഞാൻ പെയ്ഡ് പ്രൊമോഷൻസാണ് ചെയ്യാറ്, പക്ഷേ പുതിയ വീട്ടിലോട്ടുള്ളതൊന്നും ഞാൻ പെയ്ഡായിട്ട് ചെയ്യുന്നില്ല. കാരണം നമുക്ക് എന്താ പറയുക, ആ ഒരു രീതിയിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ സന്തോഷത്തോടെ കുറേ പ്രൊഡക്ട്സ് അയക്കുന്നുണ്ട്. പിന്നെ ഒരേ റിലേറ്റഡ് പ്രൊഡക്ട്സ് ഞാൻ കൊളാബറേഷനായിട്ട് എടുക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിലോട്ട് റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അയച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് റീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഫാമിലി ഉള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. തുറന്ന് കാണിക്കുമ്പോൾ ഞാൻ ബാക്കി തുറക്കുന്ന സമയത്ത് ഞാൻ ബാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ റെസിനാട്ടിൽ ചെയ്തിട്ടുള്ള ക്ലോക്ക്സ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. എന്ത് രസത്തിലാണ് ചെയ്തതെന്ന് അറിയോ? ഞാനിതിൻ്റെ കളറ് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ പേജിലും കുറേ ഇതുപോലത്തെ കളക്ഷൻസ് കാണാം. പിന്നെ ഇതുപോലെ പ്രോഡക്ട്സിൻ്റെ പ്രൊമോഷൻസ് ചെയ്യുമ്പോൾ നല്ലത് മാത്രമേ ഞാൻ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ, അല്ലാത്ത ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. നമ്മുടെ വ്യൂവേഴ്സിന് അറിയാമല്ലോ അത്. റോയിനെ സ്കൂളിൽ നിന്ന് വിളിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവൾ വിളിക്കാൻ പോയതാണ്. അത് കഴിഞ്ഞിട്ട് കുറേ പണികളുണ്ട്. റോയിക്ക് സ്കൂളിലുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടിക്ക് പോകാൻ പറ്റുള്ളൂ. കുട്ടു കുട്ടുമ കുട്ടു കുട്ടുമ കുട്ടു കുട്ടുമ കുട്ടു കുട്ടുമ കുട്ടു അവിടെ ഇരിക്കേ. കുട്ടുമ കുട്ടു കുട്ടുമ കുട്ടു കുട്ടുമ കുട്ടു ഇരിക്കേ. ഇന്ന് സ്കൂളില്ല, നാളെ സ്കൂളുള്ളൂ. ഓക്കെ. ഇപ്പോൾ റോയിക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. വല്ലാണ്ട് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു വർഷം കഴിയാനറിയില്ലേ. ഇനി ഞങ്ങൾ പോകുന്നത് ഇവളെ കൂട്ടിയിട്ട് കോട്ടക്കൽ നന്ദിലത്തിലോട്ടാണ്. അവിടുന്ന് നമ്മൾ കുറച്ച് വീട്ടിലോട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതവിടെ ബില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് വീട്ടിലെത്തിക്കണം. അതുപോലെ തന്നെ കുറച്ച് പ്രോഡക്റ്റ്സും കൂടി എടുക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ ചില്ലക്സ് ഓഫർ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിൻ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ബാക്കി പ്രോഡക്റ്റ്സും കൂടി എടുക്കുന്നത്. ഇനിയുള്ള പ്രോഡക്റ്റ്സ് ടേബിൾ ഫാൻ അല്ല, വാൾ ഫാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂസ് ചെയ്തു. പിന്നെ അവിടുന്ന് പോരുന്ന വഴി നമ്മൾ നിസ്കരിക്കാൻ കയറി. അസർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഒരു പാടവും നല്ലൊരു പ്രദേശമായിരുന്നു ആ ഒരു പള്ളിയുള്ള സ്ഥലം. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒരു ഭംഗിയാണ് അല്ലേ. നോർമൽ വീഡിയോസിനേക്കാളും അങ്ങനത്തെ പച്ചപ്പിലൊക്കെ കാണുമ്പോൾ രസമാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ വിട്ട് നമ്മൾ ചായ കുടിക്കാൻ കയറി. ചായക്ക് വല്ലാത്തൊരു ദാഹമായിരുന്നു. എത്ര ചൂടായാലും ആ വൈകുന്നേരം ഒരു ചായ അത് നിർബന്ധമാണ് അല്ലേ. എത്ര തന്നെ വന്നാലും നമ്മൾ വെള്ളമൊന്നും കുടിക്കൂല, ചായ തന്നെ വേണം. ഇതെന്താ രുചി? റോയിമോളെ സ്കൂളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം 3:30 വരെയാണ് ഇപ്പോൾ ക്ലാസ് ഉള്ളത്. അപ്പോൾ സ്നാക്കൊക്കെ കഴിച്ച് അവളെ കാക്കൻ്റെ വീട്ടിലാക്കിയിട്ട് ഞങ്ങളിതാ വീട് പണീൻ്റെ അവിടേക്ക് പോവാണ്. വീട്ടിൽ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കോബിൾ സ്റ്റോൺ വിരിക്കുന്നതുകൊണ്ട് അവിടെ ചവിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചെയ്യുന്നതാണ് കോബിൾ സ്റ്റോൺ കേട്ടോ. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് വിരിക്കുന്ന കണ്ടോ, അതിങ്ങനെ ചെറിയ ചെറിയ കല്ലുകളാണ്. അതിങ്ങനെ ഒരു ലൈനിൽ തെറ്റിപ്പോകാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെ ആക്കിയ ശേഷം അതിൽ ഇനി ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചവിട്ടി കഴിഞ്ഞാൽ അത് തെന്നി മാറിയാൽ വീണ്ടും അതേപോലെ പണിയെടുക്കേണ്ടി വരും. എത്ര നേരം വെച്ചിട്ടാണെന്ന് അറിയാം ഇത് ചെയ്യുന്നത്. അത്യാവശ്യം പണിയുണ്ട് ഈ കോബിൾ സ്റ്റോൺ വിരിക്കൽ കേട്ടോ. ഇനിയിപ്പോൾ എത്ര പോലും ചെയ്യാനുണ്ട്. അത്
കുറേ ആൾക്കാർക്ക് വെച്ച് ചെയ്യാനും പറ്റില്ല, അളവ് തെറ്റും. ഇൻഷാ അല്ലാഹ് ഹൗസ് വാമിങ് ഡേറ്റൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് പറയുന്നില്ല, കാരണം വേറെ ഒന്നുമില്ല, കുറേ തവണ നമ്മൾ ഫിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി പറയുന്നില്ല, ഇനി റെഡി ആകുമ്പോഴേ പറയുന്നുള്ളൂ. പിന്നെ ഇതാ നമ്മൾ മെയിൻ ഡോറിൽ വാർണിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴേ വിസിറ്റേഴ്സിനെ ഇനി അലോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ ചവിട്ടിയാലൊക്കെ വീണ്ടും പണിയാവും. പിന്നെ ഇവിടെ ഇപ്പോൾ കുറേ പണിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പണി ചെയ്യുമ്പോൾ വേറൊരു പണി കേടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കണം. ഇവർ നമ്മൾ ആർക്കിടെക്റ്റാണ്. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ആർക്കിടെക്റ്റ്. കോബാർക്ക് സ്റ്റുഡിയോ എന്നാണ് പേര്. ആർക്കിടെക്റ്റിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. എന്താ പറയുക, കുറേ ആൾക്കാർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എപ്പോഴും. പിന്നെ നമ്മുടെ മെയിൻ ഡോറാട്ടോ, മെയിൻ ഡോറ് ഇപ്പോൾ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഹാൻഡിലുണ്ട്, അത് നമ്മൾ വിചാരിച്ച പോലെ ആക്കിയില്ലായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പോൾ രണ്ടാമത് ചെയ്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഹാൻഡിൽ, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്തത് കേട്ടോ. പിന്നെ ആരൊക്കെയോ കഴിഞ്ഞ വ്ളോഗിൽ മെയിൻ ഡോറിൻ്റെ വുഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തേക്കാണ്. കിച്ചണിൽ മേലൊക്കെ ശരി, ഈ ലൈറ്റ് പറയാൻ കിച്ചൻ്റെ കളേഴ്സൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കിതൊക്കെ സെറ്റായതിന് ശേഷം കളേഴ്സൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. 2 കിച്ചണും 2 കളേഴ്സിലാണ് ചെയ്യുന്നത് കേട്ടോ. 2 മോഡുലാർ കിച്ചൺ തന്നെയാണ്. പക്ഷേ ഈ കിച്ചണ് വേറൊരു സ്റ്റൈല്, മറ്റേ കിച്ചണ് വേറൊരു സ്റ്റൈല്. രണ്ടിലും ഡിഫറെൻറ്റ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനങ്ങനെ പറഞ്ഞിരുന്നു, വർക്ക് ഏരിയ ആയിട്ട് വേണ്ട എനിക്ക്, 2 മോഡുലാർ കിച്ചൺ തന്നെ വേണം. പക്ഷെ ഒന്നിൽ വർക്കിംഗ് കിച്ചണായിട്ട് വേണമെന്ന്. അടുപ്പുണ്ട് മറ്റേ കിച്ചണിൽ കേട്ടോ, വേറെ അടുപ്പ്. അപ്പം ഈ ഒരു കിച്ചണിലും മോഡുലാർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ മോഡുലാർ കാര്യത്തിൻ്റെ സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും കേട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ച തീരേണ്ടതായിരുന്നു. അത് വേറെ കാര്യം, പെരുന്നാളായതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയതാണ്. 2 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പെരുന്നാളും കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ പണിയിൽ എത്തുന്നത് കേട്ടോ. അന്നെന്തോ ഒരു പെരുന്നാൾ തിരക്കായതുകൊണ്ട് തന്നെ അവർക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് ശരിക്കും ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, ആ ഒരു കൊട്ടത്തളവും അമ്മിയും ആ ഒരു സ്പേസും ആ ഒരു കളർ കോമ്പിനേഷൻസും പിന്നെ ഒരു എന്താ പറയുക, ലൈറ്റും വെളിച്ചമൊക്കെ വരുന്നൊരു സ്ഥലമായതുകൊണ്ടായിരിക്കാം നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു ഭാഗം, പുറത്തുള്ള ഭാഗം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോഡുലാർ കിച്ചൺ വിശേഷങ്ങൾ. ഇനിയും കുറേ പറഞ്ഞു തരാനുണ്ട്, നമുക്കന്ന് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. ഇത് വുഡല്ല, വുഡിൻ്റെ പെയിൻ്റ് ആക്കിയതാണ് കേട്ടോ. എന്നാൽ കാണിച്ചതല്ലേ, ഞാൻ പറഞ്ഞ തെറ്റ് നിങ്ങൾ പറഞ്ഞ ശരിയെന്ന് പറഞ്ഞതല്ലേ. കളർ മാറി നോക്കാം. ഈ ബ്രാഞ്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്യുന്നത് കുളിച്ചില്ലേ? ആ ഇടയ്ക്കുള്ള കല്ലിൽ ചവിട്ടണ്ട. നനച്ചപ്പോൾ നല്ല ഭംഗിയില്ലല്ലോ കാണാനേ. അതിനിടയ്ക്ക് നമ്മളെ വർക്ക് ഏരിയ കിച്ചണിൽ വീണ്ടും ഒരു മൊഡ്യൂൾസും കൂടി വെച്ചു. അപ്പോൾ അതും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. ഏകദേശം ഈ ഒരു കിച്ചണിലെ കളർ നിങ്ങൾക്ക് ഏകദേശം കാണുന്നുണ്ടാവും. ഞാനെന്തായാലും പറയുന്നില്ല, അത് ഫുൾ സെറ്റായതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവിടെയൊക്കെ പുല്ലാണ് കേട്ടോ. ചില സ്ഥലത്ത് മാത്രമേ കോബിൾ സ്റ്റോണും നാച്ചുറൽ സ്റ്റോണും ഉള്ളൂ. നാച്ചുറൽ സ്റ്റോൺ അല്ല, ബാംഗ്ലൂർ സ്റ്റോൺ. നമുക്ക് ഇപ്പോഴാണ് ഓരോ കാര്യങ്ങളും പഠിച്ച് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ പോവുകയാണ്. ഇത് ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എനിക്ക് കൂടുതൽ വീടിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് കാണിക്കുന്നത്. നമ്മൾ കുറേ നേരം അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വരുന്ന വഴിയിൽ മീനൊക്കെ വാങ്ങിച്ച്, കേരമീനാട്ടോ വാങ്ങിച്ച്, മീൻ കറി, ചോറ് പിന്നെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മീൻ കറിയും മീൻ പൊരിച്ചതും ക്യാബേജ് ഉപ്പേരിയും പപ്പടം അച്ചാർ, ഇതൊക്കെയാണ് ഇന്നത്തെ ഡിന്നർ വിശേഷങ്ങൾ കേട്ടോ. ഇന്ന് ഡിന്നറിന് ചോറാണ് കഴിച്ചത്. കുറേ ദിവസമായാലും നമ്മളിങ്ങനെ നോമ്പ് ഇതൊക്കെ ആയിട്ട് ഇറച്ചി, മട്ടന് അതൊക്കെ കഴിക്കുന്ന, ബീഫൊക്കെ. അപ്പം ഫിഷ് കഴിക്കാനും വല്ലാത്തൊരു പൂതി. അങ്ങനെ പിന്നെ ഇന്നത്തെ
ഡിന്നർ ചോറാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പറ്റുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ഷെയർ ചെയ്യാനുണ്ട്. അതായത് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് വന്ന് കിടപ്പുണ്ട് പുതിയ വീട്ടിലോട്ട്. അതൊക്കെ ഇനി ഷെയർ ചെയ്യാനുള്ളതാണ്. ഓരോ സമയപരിധി കാരണം ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീട് പണീൻ്റെ കുറേ വിശേഷങ്ങൾ ഇനിയും ഉണ്ട്. ലേറ്റസ്റ്റ് വീഡിയോ അല്ല ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഉടൻ തന്നെ വരാം. ബൈ.